Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഡെയിലി കുറച്ച് ടെക് ഗാഡ്ജറ്റ്സുകളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഗാഡ്ജറ്റ്സുകളുടെ സംഭവമൊക്കെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ കണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ ചാനൽ കണത്തിൽ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ GSH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും സംഭവമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in നോക്കാത്തവർ പോയി നോക്കി നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാം. ലിങ്ക് എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് തമ്മിൽ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഡെയിലി ഗാഡ്ജറ്റ്സ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടെക് ബാഗ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ടെക് ബാഗിൻ്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗുകൾ കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ ഫുൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബാഗിൻ്റെ വലിയ ആവശ്യം വരുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന മൊബിവിക്സിൻ്റെ ബാഗ് തന്നെയാണ്, അന്ന് നമ്മൾ ചെയ്ത അതേ ബാഗ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഫോണുകളുടെ കാര്യമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എന്താ പറയുക 3 ഫോണുകളിൽ ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ iPhone 15 ആണ്. 256 GB ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. നമുക്കറിയായിരിക്കും Type-C ഒക്കെ വെച്ച് വരുന്ന ഒരു സാധനമാണ്. ഇതാണ് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാണ്ട് പോകുന്നത്. ഞാൻ iPhone 13 iPhone 13 1.5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഒരു അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പണി കിട്ടി. അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പ്രൈമറി. അതുകൊണ്ടാണ് ഞാൻ ഐഫോണിലേക്ക് ഞാൻ മാറിയത്. നമുക്കത് ഡയറക്റ്റ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു. ഞാനത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ S23 156 GB ബ്ലാക്ക് ആണ്, 5G മോഡൽ തന്നെ. അപ്പോൾ ഇതും എന്താ കണ്ടു തീ. അപ്പോൾ ഇതും നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ One UI എന്ന് പറയുന്നത് വൺ ഓഫ് ദ കിടിലൻ ഒരു OS അല്ലെങ്കിൽ OS സ്കിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല. ബട്ടർ സ്മൂത്ത് ആണ്, ക്യാമറ കിടിലനാണ്, നമുക്ക് IP റേറ്റിംഗ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ S സീരീസിൻ്റെ പ്രോബ്ലം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇതൊക്കെ അവർ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് പിക്സലാണ്. പിക്സലിൻ്റെ 7 ആകെ ഒരു വേരിയൻ്റ് തന്നെയാണുള്ളത്. നിങ്ങൾക്ക് അറിയാം 128 GB 8 GB വേരിയൻ്റ് ആണ്. അപ്പോൾ പിക്സലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ബ്ലാക്ക് കളറാണ്. ഇതിൽ പറയുമ്പോൾ ഇതിൽ ടെൻസർ G2 എന്ന് പറഞ്ഞ പ്രൊസറൊക്കെയാണ്, സാംസങ്ങിൻ്റെ പ്രൊസർ തന്നെ. അതൊരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു എബോവ് മിഡ് റേഞ്ച് പ്രൊസർ എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഈ സാധനം നമ്മുടെ എന്താ പറയുക സ്നാപ്ഡ്രാഗണിൻ്റെ ഹൈ എൻഡ് പ്രൊസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഗെയിമിങ് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കിയെല്ലാം ഉണ്ടല്ലോ ബട്ടർ സ്മൂത്താണ്. അതെന്താ ബട്ടർ സ്മൂത്താണ്. ക്യാമറ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഒരു നിങ്ങൾ പിക്സൽ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പിക്സൽ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി പിക്സൽ ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പിക്സലായിരുന്നു. ഞാൻ 8ലേക്ക് പോകാണ്ട് 7 വാങ്ങിച്ചെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. G3 പ്രൊസസ്സർ ആയിക്കോട്ടെ, ക്യാമറ സെൻസറൊക്കെ സെയിം ആണ് പിക്സൽ 8. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് മാത്രം 10,000 20,000 എക്സ്ട്രാ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തലക്കിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 7ലേക്ക് പോയത്. പിന്നെ പ്രോ സീരീസിലേക്ക് പോയില്ല. എന്ന് വെച്ചാൽ പ്രോ സീരീസിൽ ജസ്റ്റ് ടെലിഫോട്ടോ ലെൻസിൻ്റെ വ്യത്യാസമുള്ളൂ. ഐഫോണിൻ്റെ പോലെ തന്നെ അത്രയും റേറ്റ് കൊടുത്തിട്ട് അതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിക്സൽ 8 Pro അത്യാവശ്യം നല്ലതാണ്. അതിന് കുറച്ച് ഡിഫറൻസ് സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അത് 1,00,000 മുകളിലൊക്കെ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല ഡീലായി കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല ഡീല് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഫോൺ. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ക്യാമറ സോണി ZV-10 ആണ്. നമ്മളിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. അതിൻ്റെ ഒരു ട്രൈപോഡ് ആണ് അതുകൊണ്ട് സോണിയുടെ തന്നെ. ഇതിലാണ് നമ്മൾ റിമോട്ട് കൺട്രോളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറ. ഇനി അടുത്ത് വന്നിട്ട് വരേണ്ട അത്ര നമ്മുടെ വാച്ച് എന്ന് പറയാനുള്ളത്. നമ്മൾ വാച്ചിൻ്റെ കളക്ഷൻസ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി 8 വാച്ചുകളുണ്ട്, സ്മാർട്ട് വാച്ചും നോർമൽ വാച്ചും അടക്കം. അതിൽ 2 3 വാച്ചുകൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ആദ്യത്തെ വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയാണ്. ആപ്പിൾ വാച്ച് അൾട്രേൻ്റെ ഇത് ഞാൻ കേസും സംഭവം കിട്ടുന്നത് ട്രെയിൽ ലൂപ്പ് വരുന്ന മോഡലാണ്. ഇതിനാകെ ഒരു വേരിയൻ്റ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം ആപ്പിൾ വാച്ചിന്. ഇതാണ് ഒന്നാമത്തെ വാച്ച്. രണ്ടാമത്തെ വാച്ച് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് SE2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഒരു ഓൾമോസ്റ്റ് ഞാൻ iPhone 13 സമയത്ത് വാങ്ങിച്ചൊരു വാച്ചാണ്. മൂന്നാമത്തെ വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ചാണ് കേട്ടോ. ഇതാണ് ഞാൻ 3 സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് G-Shockഉം ഫോസിലും സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ആ വാച്ചിൻ്റെ കളക്ഷൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കണത്തോപ്പി കണ്ടു നോക്കട്ടോ. ഇതാണ് വാച്ചിൻ്റെ വീഡിയോ. ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ മൈക്കുകൾ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി. നമ്മുടെ പുതിയ റീസെൻ്റ്ലി നമ്മൾ അൺബോക്സ് ചെയ്ത നമ്മുടെ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്കാണത്. അതിൻ്റെ ബോക്സാണ് കണ്ടോ. ഇതല്ലാണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഹോളിലാൻഡിൻ്റെ ഒരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ലാർക്ക് M1. ആ സാധനത്തിൻ്റെ കേസാണിത്.
ഇതും കിടിലൻ സാധനം തന്നെയാണ്. ഞാനത് തുറന്ന് കാണിച്ചത്. ഇത് നമുക്ക് 10 രൂപയുടെ താഴെ വരുന്ന ഒരു കിടിലൻ മൈക്ക് എന്നാണ് പറയാൻ കണ്ടു. ഇങ്ങനെ ഒരു ശരിക്കും ഒരു TWSന്റെ കേസ് വരുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ റോഡിൻ്റെ മീ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. റോഡിൻ്റെ വേരിയൻറ്റ്. ഇതിൽ നമുക്ക് ചാർജ് ഇല്ലാണ്ടിരിക്കുക. ഇതാണ് റോഡിൻ്റെ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 3 മൈക്ക് വരുന്നത്. പിന്നെ വരുന്നതാണ് TWS. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് അറിയും TWS ഇയർഫോണൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ചെവിക്ക് കേടാണ്. എൻ്റെ ഉള്ളത് എയർപോർട്ട് 2 ആണ് വിത്ത് വയർലെസ് ചാർജിങ് കേസ് വരുന്നത്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്ന ഓൺലൈൻ വാങ്ങിച്ചു. ഇതും ഞാൻ iPhone 13 വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചു തന്നെയാണ് കേട്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് സിലിക്കോൺ ടിപ്പ് ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ 20,000 രൂപയ്ക്കാണ് സിലിക്കോൺ ടിപ്പുള്ള മോഡലിന് വരുന്നത്. അത്രയും രൂപ കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കാൻ എനിക്ക് തലയ്ക്ക് കാണുന്നില്ല. ഇതെനിക്ക് നല്ല ഡീലിൽ കിട്ടിയതാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 12,000 രൂപയ്ക്കാണ്. പക്ഷേ എനിക്കന്ന് ഒരു 7 രൂപ 6 സംതിങ് രൂപയ്ക്ക് സാധനം കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അല്ലാണ്ട് ഇത് ലൈറ്റ്നിങ് കേബിള വരുന്നത്. അതാണ് ഇതിൻ്റെ ഇപ്പോൾ ടൈപ്പ് സി വെച്ച് ഇറക്കുന്നുണ്ട് അവർ. അതിലെനിക്ക് അത് വാങ്ങിക്കാൻ എനിക്ക് തലയ്ക്ക് കാണുന്നില്ല. വെറുതെ ഒരു ടൈപ്പ് സി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് ടാബ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടാബ് ഞാൻ ആക്ച്വലി ഐപാഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഐപാഡൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മളത് സെൽ ഔട്ട് ചെയ്തു. പിന്നെ നമ്മൾ OnePlus പാഡ് ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. അത് ഞാൻ സെൽ ഔട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് S9 FE എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ്ങിൻ്റെ ടാബാണ്. അതിൻ്റെ ഒരു കേസാണ് ഇട്ടത്. ഇത് അവരുടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള മാഗ്നറ്റിക് കേസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, ഇത് കിടിലൻ സാധനം തന്നെയാണ്. ഇത് ഞാൻ നോട്ട് റൈറ്റിങ്ങിനും വീഡിയോ കൺസെപ്ഷനും പ്രൊസസ്സറിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ്. പറയുമ്പോൾ ഹൈ എൻഡ് പ്രൊസസ്സറൊന്നുമല്ല. നമുക്ക് ഈ കേസ് ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഈ കേസ് ഇടുമ്പോട്ടാ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കേസിന് തന്നെ 7,000 രൂപ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ കേസാണ്. ഇതിൽ നിങ്ങൾക്ക് പറയാം മാഗ്നറ്റിക് കേസാണ്. ഇതിൽ നമുക്ക് പെൻ സപ്പോർട്ട് ഇവിടെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ കണ്ടു. ഇതെല്ലാം മാഗ്നറ്റിക്കാണ് ഉണ്ട്. അത് വെയിറ്റ് വരുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പ്രോബ്ലം ഉള്ളൂ. ഇത് ശരിക്കും ആക്ച്വലി ഇതേപോലെ തന്നെ തന്നെ OnePlus പാഡിനും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. പക്ഷേ ഈ സാധനം നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇതിലെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സെറ്റപ്പ് സ്റ്റാൻഡാണ്. ഈ സാധനത്തിൻ്റെ വെയിറ്റ് ആണെന്നുണ്ട്. അത് കണ്ടു ഇങ്ങനെ വരിക കണ്ടു. അതിൻ്റെ വെയിറ്റ് ആണെന്നുണ്ട് ഈ സാധനം. ഇതൊക്കെ എനിക്ക് തോന്നുന്ന മെറ്റൽ സംഭവങ്ങളാണ്. അതല്ലെങ്കിൽ ഈ സാധനം നല്ല കിടലൻ സാധനമായിരുന്നു. വെയിറ്റ് മാത്രം ഈ കേസിൻ്റെ കുറച്ച് കൂടിപ്പോയി. അതല്ലാണ്ട് എനിക്ക് വേറെ ഒരു നെഗറ്റീവ് കാണാനില്ല. ഇതെൻ്റെ ഗ്രേ കളർ. അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചളി വരുന്നുണ്ട്. എൻ്റെ ഇത് ഗ്രേ കളർ ആയിരുന്നുണ്ട്. ഇതും മാഗ്നറ്റിക് തന്നെയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടു, നല്ല കിടിലൻ മാഗ്നറ്റിക് സപ്പോർട്ടാണ്. നല്ല മാഗ്നറ്റിക് പവർ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുക്കാം, കിട്ടാം. എങ്ങനെ പാട് കണ്ടോ. ഇത് ആ സാധനം ഇവിടെ ഒട്ടി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് 2 പീസായിട്ട് എടുക്കാം. അതാണ് ഈ കേസിൻ്റെ വേറൊരു ഗുണം. കണ്ടു, 2 പീസായിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ എടുക്കാം. ഇതാണല്ലോ. ഇതാണ് നമ്മുടെ S9 FE. S9 FEയും S9ഉം ഓൾമോസ്റ്റ് കാണാനൊക്കെ സെയിം തന്നെയാണ്. പ്രൊസസ്സറും മാത്രം വെച്ചാൽ ഹൈ എൻഡ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് എന്ന് പറയുന്നത് കേട്ടോ. ടാബ്. ഇനി നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്കുകളിലേക്ക് പോകാം. അപ്പോൾ അതിൽ 2, 3, 4, 5, 4 പവർ ബാങ്കുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ പവർ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ആംബ്രേൻ്റെ ഇതിൻ്റെ മോഡൽ നെയിമൊന്നും എനിക്ക് ഓർമ്മയില്ല. മിണ്ടറിയും ചിലപ്പോൾ എയറോസിങ്ക് PB10 പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നതാണ്. മാക്സി സപ്പോർട്ട് വരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിന് 1,700 രൂപ വരുന്നുണ്ട്. ഐഫോണിനും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. മാക്സിഫായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. പക്ഷേ ഈ പോർട്ട് വഴി ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഇല്ലെന്ന് വെച്ചാൽ ലോക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് ഐഫോണിലൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കാൻ മറക്കണ്ട. പിന്നെ വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. മെറ്റാലിക് പരിപാടിയാണ്. ആംബ്രേൻ്റെ തന്നെയാണത്. 10,000 mAhൻ്റെ ഒരു അത്യാവശ്യം ഒരു ക്രെഡിറ്റ് കാർഡിന് അത്ര വരുന്ന സൈസ് വരുന്ന ഒരു 10,000 mAhൻ്റെ 18 വാട്ട് സപ്പോർട്ട് വരുന്നൊരു പവർ ബാങ്കാണിത്. ഇത് രണ്ടാണ് ആംബ്രേൻ്റെ എൻ്റെ ഉള്ളത്. പിന്നെ സ്പീഗറിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ആങ്കറിനും ഉണ്ടാകുന്ന ആങ്കറിൻ്റെ കറക്റ്റ് പെൻഡിൽ ഇല്ല കേട്ടോ. അത് ഐഫോൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് സ്പീഗറിൻ്റെ ആണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി ഐഫോണിനൊക്കെ ഉപയോഗിക്കുന്നത്. ആങ്കർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും ആക്ച്വലി MFI സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഇത് നല്ല സ്ലിം സാധനമാണ്. 10,000 mAhൻ്റെ തന്നെയാണ്. അത് വൈഫൈയും വരും. വൈഫൈ അല്ല, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് സ്റ്റഫ് കൂളിൻ്റെ 20,000 mAhൻ്റെ ഒരു പവർ ബാങ്ക് ആണ്. കണ്ടു, ഇതിന് 1,500 രൂപയ്ക്ക് വരുന്നുള്ളൂ. കുഴപ്പമില്ല, വലിയ കാര്യം ഒന്നും പറയില്ല. ഇത് ഞാൻ പക്ഷേ ഇതും ഈ ഇങ്ങനത്തെ ഇന്ത്യൻ ബ്രാൻഡുകൾ അല്ലെങ്കിൽ സ്റ്റഫ് കൂൾ ഇങ്ങനത്തെ ലോക്കൽ ബ്രാൻഡുകളൊന്നും ഞാൻ ഐഫോൺസിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അല്ലാണ്ട് വേറെ പർപ്പസിന് വേറെ സാധനം ചാർജ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറ്. ഇപ്പോൾ മൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറ്. മെയിൻ ഫോണുകളൊന്നും അങ്ങനത്തെ സാധനം ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ പിന്നെ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ടിൻ്റെ ഐഫോൺ കംപ്ലൈൻ്റ് ആയി ഇങ്ങനത്തെ ലോക്കൽ ചാർജർ ഉപയോഗിച്ചിട്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറ 4 ആണ്. ഇത് വലിയ കാര്യം ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഒരു ക്രേസിൻ്റെ പുറത്ത് വാങ്ങിച്ചു വെച്ചാണ്. നമ്മൾ അതിന് ശേഷം വലിയ ട്രാവലിങ്ങും സംഭവമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആക്ഷൻ 4. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി കിടിലനാണ് കേട്ടോ. ശരിക്കും ആക്ഷൻ ക്യാമറയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഇപ്പോൾ ആക്ച്വലി വരുന്നത് നമ്മുടെ ഗോ എന്ന് പറഞ്ഞ സാധനമാണ്. അയ്യോ, അതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ. 45,000 രൂപ വരുന്നുണ്ട് അതിൻ്റെ പുതിയ മോഡൽ.
Insta360 എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതാണ് അത്യാവശ്യം നല്ല വലിയ സെൻസസ് ഒക്കെ സെയിം, പക്ഷേ അതിന് കുറച്ചുകൂടി പ്രോസസ്സിങ് നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 10 രൂപ 12 രൂപ കൂടുതലുണ്ട്. ഇതിന് 30,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഈ സാധനം അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഗോപ്രോണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗോപ്രോയ്ക്ക് വെറുത്തു സാധനം, അത്രയും കൂതറ സാധനമായിരുന്നു. ഗോപ്രോ 10 ആയിരുന്നു. അതിന് ശേഷം ഞാൻ DJIക്ക് മാറിയത്. ഇതിൻ്റെ ആപ്പ് സപ്പോർട്ട് ആയിക്കോട്ടെ, കണക്ടിവിറ്റി ആയിക്കോട്ടെ, ഭയങ്കര സ്മൂത്താണ്. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. Type-C ആണ്. ഓവറോൾ കിഡിലൻസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കത് വെബ്കാമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറേ പ്ലസ് പോയിന്റ്സ് സാധനത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക, ഒരെണ്ണമല്ല, 2 ലക്ഷം ക്യാമറ. പിന്നെ പറയാനുള്ളത് SJ ക്യാമറ ഉണ്ടായിരുന്നു, അതൊക്കെ കേടായി. ലോക്കൽ സാധനമായിരുന്നു, വേറെ കാര്യം. പിന്നെ നമ്മുടെ SD നമ്മുടെ എന്താ പറയുക, കിട്ടുന്നില്ല, മെമ്മറിയാണ് കേട്ടോ. മെമ്മറി എനിക്കിനി വായിൽ വരുന്നില്ല. ഹാർഡ് ഡിസ്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് തന്നെ. എനിക്ക് കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല, പുല്ല്. ഇതാണ് നമ്മുടെ EVM കാർഡ്. ഇത് 256 GB എന്നുണ്ട്. 256 GB SSD ആണ്. കിട്ടി SSD. ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് EVMൻ്റെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഇത് മെറ്റലാണ് കണ്ടു. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഇപ്പോൾ പ്രോബ്ലം ഇല്ല. രണ്ടാമത്തെ SSD എന്ന് പറയുന്നത് ക്രൂഷ്യലിൻ്റെ ഒരു 512 SSD നമ്മൾ ഉപയോഗിക്കുന്നത്. X6 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ഒരു SSD എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ടച്ച് സെൻസിങ് സംഭവമൊക്കെ ഉള്ളത്. T7 ആണെന്നുണ്ട്. T7 T9 അങ്ങനെ എന്താണ് സാംസങ്ങിൻ്റെ ഫിംഗർ പ്രിൻ്റ് ലോക്കും സംഭവമൊക്കെ ഉള്ള ഒരു 1 TBയുടെ മോഡലുണ്ട്. അത് നല്ല കിടിലൻ സാധനമാണ്. ഇത് മെറ്റാലിക് തന്നെയാണ്. ഈ 3 ഞാൻ മെയിനായിട്ട് SSD ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നുണ്ടോ. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനത്തെ കേസായി കഴിഞ്ഞ സാധനം വീണ് കഴിഞ്ഞാലൊന്നും വലിയ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസുകൾ. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ ആക്ച്വലി മാക്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. മാക്ബുക്ക് എൻ്റെ കറക്റ്റ് ഇപ്പോൾ എൻ്റെ ഇല്ല, എൻ്റെ ഓഫീസിലാണ്. ഞാൻ അത് അവിടെ വെച്ചിട്ട് പിന്നെ ഓഫീസിലേക്ക് പോയിട്ടില്ല. രണ്ടാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസൂസിൻ്റെ ടഫ് എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതും യൂസ് കുറവാണ്. ഇപ്പോൾ ഗെയിമിംഗ് ഒന്നും ഇല്ല, എന്ന് വെച്ചാൽ സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഇത് സാധനം നല്ല കിടിലൻ സാധനം. AMD Ryzen 7 വെച്ച് വരുന്ന സംഭവമാണ്. നമ്മൾ റീസെൻ്റ്ലി ആമസോണിൽ തന്നെ വാങ്ങിച്ചാണ്. കിടിലൻ സാധനമാണ്. ഇതിന് കുഴപ്പം വെയിറ്റ് കൂടുതലുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും വെയിറ്റ്. പിന്നെ നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ്. 32 ഇഞ്ചിൻ്റെ 4K മോണിറ്ററാണ്. കിടിലൻ സാധനം പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് പർച്ചേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കിത് നല്ല ഡീലിലാണ് കിട്ടിയത്. ഇതിൻ്റെ MRP 30,000 സംതിങ് ഒക്കെ ആയിരുന്നു. എനിക്ക് ശരിക്കും ആക്ച്വലി 25,000 രൂപയ്ക്ക് കിട്ടി. അതിൻ്റെ റിമോട്ടാണ്. നമുക്കിത് മോണിറ്ററായിട്ട് ഉപയോഗിക്കാം, TV ആയിട്ട് ഉപയോഗിക്കാം. സാംസങ്ങിൻ്റെ ടൈസൺ വോയിസാണ് വരുന്നത്. എൻ്റെ മെയിൻ TV, എൻ്റെ വീട്ടിലത്തെ TV 55 ഇഞ്ചിൻ്റെ സാംസങ് തന്നെയാണ്. അപ്പോൾ രണ്ടിലും ഒരേ ടൈസൺ തന്നെയാണ് വോയിസൊക്കെ. അതൊന്നും ഒരു ഡിഫറൻസും ഇല്ല, കാരണം നമുക്ക് സെയിം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ IPCയുടെ പ്രൊസസ്സർ IPCയുടെ UPS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്തതാണ്. അതായത് എന്താ പറയുക, പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ബ്രാൻഡൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എന്താ പറയുക, പ്രൊസസ്സർ അപ്ഗ്രേഡിൻ്റെ വരുമെന്ന് തോന്നുന്നുണ്ട് AMD തന്നെയാണിൽ. അപ്പോൾ പിന്നെ അതല്ലാണ്ട് പിന്നെ വേറെ വലിയ സംഭവമൊന്നും ഇല്ല. തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടെക്കുകൾ. ഇതിൽ ഡെയിലി എന്ന് പറയുമ്പോൾ ഡെയിലി എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ അടുത്ത വിളിയാണ്. എന്തെങ്കിലും സംശയത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസോ സംഭവമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയിട്ട്. ഞാൻ പ്രൈസ് പറയാൻ മറന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും. പിന്നെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ഞാൻ കൂടി ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വിളിയാണ്. ബൈ.